ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചൗച്ചൗ ഉപയോഗിച്ച് ഒരു കറി ഉണ്ടാക്കിയാലോ. ഇത് വളരെ രുചികരമായ ഒരു കറിയാണ്, ആരോഗ്യത്തിനും നല്ലതാണ്. ഇതാണ് ചൗച്ചൗ. ഇതിൽ ധാരാളം നാര് അടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. ഒരു ചൗച്ചൗ എടുക്കണം. 1 കപ്പ് പയറ് പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, 1 കഷ്ണം ഇഞ്ചി, 2 കഷ്ണം വെളുത്തുള്ളി, ശകലം കുരുമുളക്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ സവാള, 2 പച്ചമുളക് കൂടെ നമുക്ക് എടുക്കാം. ആദ്യം നമുക്ക് ഈ ചൗച്ചൗ കഴുകി വൃത്തിയാക്കി നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. ചൗച്ചൗ ഇതുപോലെ സ്ക്വയറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. തേങ്ങ മിക്സിയിൽ അരച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് ഈ പയറ് പരിപ്പ് കൂടെ നമുക്ക് അതിൽ ചേർത്ത് ഒരു 10 മിനിറ്റ് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. അത് കഴിഞ്ഞ് ഈ ചൗച്ചൗ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ നമുക്ക് ചേർക്കണം. 1 ടീസ്പൂൺ നല്ലെണ്ണ കൂടെ ഒഴിച്ച് ഇതിനെ ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് അടപ്പ് വെച്ച് അടച്ച് വെച്ച് വേവിക്കണം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. പയറ് പരിപ്പും ചൗച്ചവും കൂടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കീറിയിടണം. അത് കഴിഞ്ഞ് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ തേങ്ങയൊക്കെ ഇതിൻ്റെ കൂടെ ചേർക്കണം. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇതിനെ നമുക്ക് മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്യണം. നമുക്കിത് വെള്ളം പോലെയും ഈ കറി വയ്ക്കാം, കുറുകിയും നമുക്ക് വയ്ക്കാൻ പറ്റും കേട്ടോ. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ദോശയ്ക്ക് നമുക്ക് എടുക്കാം, ചപ്പാത്തി പൂരിക്കൊക്കെ ഇത് നല്ല ടേസ്റ്റായിരിക്കും. അതുപോലെ ലഞ്ചിനും നമുക്ക് ഉപയോഗിക്കാം, സപ്പറിനും ഉപയോഗിക്കാം. നന്നായിട്ട് കറി വെന്തിട്ടുണ്ട്. പരിപ്പും ചൗച്ചവും എല്ലാം കൂടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുക്കാം. പാൻ അടുപ്പത്ത് വയ്ക്കുക. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 1/4 ടീസ്പൂൺ കടുക് ഇടണം. 1/4 ടീസ്പൂൺ ഉഴുന്ന്. ഇത് നന്നായിട്ട് ഉഴുന്ന് മൂക്കണം. മൂത്തതിന് ശേഷം നമുക്ക് ഉള്ളിയും കറിവേപ്പിലയും വറ്റൽ മുളക് കൂടെ നമുക്ക് ചേർക്കാം. 2 വറ്റൽ മുളക് മതി. ഇതെല്ലാം നന്നായിട്ട് ബ്രൗൺ കളറിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനെ നമുക്ക് ആ ചൗച്ചൗ കൂട്ടിലേക്ക് നമുക്ക് ചേർക്കാം. ഇത് വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ്, ആരോഗ്യത്തിനും ഗുണകരമാണ്. ധാരാളം നാരടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.